ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. നൈറ്റ് ഷോസും ലേറ്റ് നൈറ്റ് ഷോസും കഴിയുമ്പോൾ പവിയേട്ടൻ ജനങ്ങൾക്ക് പ്രിയങ്കരനാവുന്നു. പ്രത്യേകിച്ച് ഫാമിലിക്കും കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്നു പവിയേട്ടനെ എന്ന് തന്നെ പറയാം. പവി കെയർടേക്കർ എന്ന ദിലീപിൻ്റെ സിനിമ ആദ്യ ദിനം പ്രദർശനം അവസാനിക്കുമ്പോൾ 85 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി ഫൈനൽ വന്നിരിക്കുന്നത്. അതായത് സിനിമ കേരളത്തിൽ നിന്ന് 1.25 കോടിക്കടുത്താണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 2-2.5 കോടിക്കടുത്തെത്തും എന്നുള്ളതിന് സംശയങ്ങളില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കളക്ഷനേക്കാൾ ഉപരി ഈ സിനിമയ്ക്ക് ആദ്യം വന്ന പ്രതികരണങ്ങളിൽ നല്ല ഒരു സിനിമ, ദിലീപിൻ്റെ കോമഡി നല്ലതായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ടിപ്പിക്കൽ ദിലീപ് സിനിമ എന്നുള്ള പേരിലാണ് വന്നതെങ്കിൽ ഇന്ന് നൈറ്റും ലേറ്റ് നൈറ്റ് ഷോസും കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്, ഫാമിലീസിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നു. നമുക്കറിയാം, ജനപ്രിയ നായകൻ തീർച്ചയായും ഫാമിലി ഓഡിയൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എന്നുള്ളത്. അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ജനപ്രിയ നായകൻ്റെ ഒരു ഗംഭീര തിരിച്ചു വരവായിട്ട് തന്നെയാണ് ഏറിയ പങ്കും ജനങ്ങൾ ഈ സിനിമയെ കാണുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ തന്നെ ലക്ഷ്യമിടുന്ന സിനിമയായി വരുന്നു. നമുക്കറിയാം, എവിടെയൊക്കെ അല്ലെങ്കിൽ എന്നൊക്കെ ദിലീപിൻ സിനിമകളിൽ ഒരു പട്ടിക്കുട്ടിയുണ്ടോ ആ സിനിമകളെല്ലാം അതിഗംഭീരമായിട്ടുള്ള വിജയങ്ങളായി ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തിന് CID മൂസ തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, അതിനുശേഷമുള്ള സിനിമകളും നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴൊക്കെ നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെയും വലിയവരെയും എല്ലാം വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു. കാരണം ആ ഒരു നർമ്മബോധം ദിലീപിനോളം വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസുകൾ ലേറ്റ് നൈറ്റ് ഷോസും അതേപോലെ നൈറ്റ് ഷോസും കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമ ഗംഭീരമായി ജനങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളും ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. എന്തായാലും അതിഗംഭീരമാകട്ടെ. നാളെ മുതൽ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ കയറട്ടെ. ഇതിൻ്റെ 4 ഇരട്ടി കളക്ഷനിലേക്ക് കയറട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.